അങ്ങനെ പറഞ്ഞ് ആ ഒരു ദിവസം എത്തിട്ടോ. ഇന്നാണ് ഞങ്ങൾ വയനാട് ട്രിപ്പ് പിടിക്കുന്നത്. ഞങ്ങൾ മുമ്പേ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ആയപ്പോൾ തന്നെ ഈറ്റങ്ങളെല്ലാവരും ഇവിടെ നീപ്പിച്ചാനുള്ള ഒരു പെടാപ്പാട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും നീപ്പിച്ച് നമ്മൾ ഇറങ്ങിട്ടോ. നിഷാന്റെ അനിയന്റെ ഒരു പോത്തുണ്ട്. അങ്ങനെ 8 മണിക്ക് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് അവസാനം ഇറങ്ങിയത് 9 മണിക്കാണ് കേട്ടോ. ഇറങ്ങിയ പാടന്നെ എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിയും തുള്ളിക്കളി എല്ലാവരും തുടങ്ങിയിട്ടായി. അതിന്റെ ഇടയിൽ നമ്മൾ വണ്ടി ഒന്ന് പെട്രോൾ അടിക്കാനൊക്കെ നിർത്തി. ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് വയനാടും ഊട്ടിയും കവർ ചെയ്യാനുള്ള ഒരു പെട്രോൾ നമ്മൾ അടിച്ചു വെച്ചിട്ടോ. അങ്ങനെ വീണ്ടും വണ്ടി കയറിയിട്ട് നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ വയനാട് ചുരം കയറി തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്ഥലത്ത് നമ്മൾ നിർത്തിട്ടോ. വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി റിലാക്സ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ വയനാട് ബോർഡറും കഴിഞ്ഞേക്കുള്ള ഒരു ചായ വാലയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. അങ്ങനെ അവിടുന്ന് ഒരു ചായയും കുടിച്ച് പിന്നെ കുറച്ച് നീങ്ങിയപ്പോൾ കുറച്ച് സ്നാക്സ് വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ട് നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് പിടിക്കുന്നത്. നമ്മൾ റിസോർട്ടിലേക്ക് ഏകദേശം 2 മിനിറ്റ് കൊണ്ട് എത്തുള്ളൂ. 2 മിനിറ്റ് കൊണ്ട് ദൂരമേറിയ യാത്രയ്ക്ക് ശേഷം അതിമനോഹരമായ മലനിരകളിൽ ദൂരം ചേർക്കാണ്ട് പോയെങ്കിൽ എന്റെ സാഹിത്യവും നമ്മൾ 2 മിനിറ്റ് കൊണ്ട് റിസോർട്ടിലെത്തും. ബാക്കി പിന്നെ